നമസ്കാരം. ആഗോള നയതന്ത്ര വേദികൾ അമേരിക്കയുടെ സമ്മർദ്ദത്താൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക നീക്കം നടക്കുകയാണ്. ഒരു വശത്ത് അമേരിക്ക ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവരുടെ മേധാവിത്വം ഉറപ്പിക്കാനായി ശ്രമിക്കുന്നു, അത് പാളുന്നു. മറുവശത്താകട്ടെ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ കാലാതീതമായ സൗഹൃദം ദൃഢമാക്കുന്നതിനുള്ള ചരിത്രപരമായ ഒരു പാതയിലാണ്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് ആഗോള ശക്തി സന്തുലനത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ അധ്യായമാണ്. ഒന്ന് സങ്കല്പിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താനായി ഒരു രാജ്യത്തോട് ആവശ്യപ്പെടുന്നു, നമ്മുടെ ഇന്ത്യ. എന്നാൽ ആ രാജ്യം അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ പരമ്പരാഗത സുഹൃത്തുമായി ബന്ധം ശക്തിപ്പെടുത്താനായി തീരുമാനിക്കുന്നു. ഒരു രാജ്യം മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യയാണ്. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, അമേരിക്കൻ സമ്മർദ്ദങ്ങളെ തൃണവൽക്കരിച്ച് ഇന്ത്യയും റഷ്യയും കൈകോർക്കുമ്പോൾ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇത് വെറുമൊരു കൂടിക്കാഴ്ചയല്ല, ഇത് പുതിയ ലോകക്രമത്തിന്റെ പിറവിയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഇന്ത്യയും റഷ്യയും ഈ ബന്ധം ദൃഢമാക്കുന്നത്? അമേരിക്കയുടെ ഈ സമ്മർദ്ദങ്ങൾ എന്തിനു വേണ്ടിയാണ്? ട്രംപിന്റെ നയങ്ങൾ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഈ ഉച്ചകോടി ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്തും. അതുകൊണ്ട് നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആഗോള രാഷ്ട്രീയത്തിലെ രഹസ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആഗോള നയതന്ത്രം ഇപ്പോൾ ഒരു കൊടുങ്കാറ്റിന്റെ നടുവിലാണ്. അമേരിക്ക ലോക പോലീസുകാരന്റെ വേഷം അണിഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളിലും തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായി ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും റഷ്യയുമായി സാമ്പത്തികമായോ തന്ത്രപരമായോ ആയിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാണ് അവരുടെ ശ്രമം. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒട്ടും വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്, നമ്മുടെ ഇന്ത്യയാണത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി നടന്ന ചില സുപ്രധാന നീക്കങ്ങൾ ഈ ബന്ധത്തിന്റെ ആഴം വിളിച്ചോതുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് റഷ്യയിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു സാധാരണ സംഭവമായിരുന്നില്ല. ഡിസംബർ ആദ്യവാരം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് അന്തിമ രൂപം നൽകുക എന്നതായിരുന്നു ഈ ഉന്നതതല കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് കേവലം ഒരു ഔദ്യോഗിക ചർച്ച മാത്രമായിരുന്നില്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയും റഷ്യയും നൽകിയ ഒരു ശക്തമായ സന്ദേശമായിരുന്നു. ഞങ്ങളുടെ സൗഹൃദം ആരുടെയും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ല എന്ന സന്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണയിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം പാഴായി പോവുകയായിരുന്നു. കാരണം ഇന്ത്യക്ക് സ്വന്തമായ നയങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യക്ക് നിലകൊള്ളാൻ കഴിയില്ല. ട്രംപിന്റെ ഈ നീക്കങ്ങൾ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെയാണ് തുറന്നു കാട്ടുന്നത്. ഒരു വശത്ത് ലോക ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു, മറുവശത്താകട്ടെ പരമാധികാര രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും ശക്തമായ നയതന്ത്രജ്ഞതയും പ്രസക്തമാകുന്നത്. അദ്ദേഹം ഒരിക്കലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല. ദേശീയ താല്പര്യങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകിയിട്ടേയുള്ളൂ. റഷ്യയുമായുള്ള സൗഹൃദം ഇന്ത്യയുടെ തന്ത്രപരമായ ആവശ്യകതയാണ്. പ്രതിരോധ മേഖലയിലും ഊർജ്ജ മേഖലയിലും റഷ്യ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ഈ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയും ദുർബലപ്പെടുത്താനുള്ള ശ്രമമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ദുർബലമാകില്ലെന്ന് ലോകത്തിന് ശക്തമായ സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത് പുതിയൊരു ലോകക്രമത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള നയതന്ത്ര നീക്കങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇന്ത്യയും റഷ്യയും ഈ ബന്ധത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അഥവാ SCOയുടെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് ജയശങ്കർ റഷ്യയിലേക്ക് എത്തിയത്. ഈ സന്ദർഭത്തെ ഒരു നയതന്ത്ര അവസരമാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം. നവംബറിൽ വർദ്ധിച്ച നയതന്ത്ര പ്രവർത്തനങ്ങൾ ഉച്ചകോടിയുടെ അന്തിമ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവംബർ 7-ന് ഇന്ത്യയിൽ വെച്ച് ജയശങ്കർ റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായ ആൻഡ്രി ലുഡൻസ്കോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളിൽ ഉഭയകക്ഷി സഹകരണത്തിനുള്ള ഭാവി നിർദ്ദേശങ്ങളും ഉന്നതതല യോഗങ്ങളുടെ ഷെഡ്യൂളും വിലയിരുത്തിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഈ നിരന്തരമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും പ്രതിബദ്ധതയും ഒക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. അമേരിക്ക റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്.
ഞങ്ങൾ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല, സൗഹൃദം തുടരുക തന്നെ ചെയ്യും. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി ഡിസംബറിൽ ആദ്യം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടെല്ലാം അനുബന്ധിച്ച് റോസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന റഷ്യ ഇന്ത്യ ഫോറം 2025 ഡിസംബർ 4 മുതൽ 5 വരെയുള്ള തീയതികളിൽ ഇന്ത്യയിൽ നടക്കും. ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും പങ്കെടുക്കുന്ന ഈ ഒരു ഫോറത്തിൽ വ്യാവസായിക സഹകരണം വികസിപ്പിക്കുക, ഇന്ത്യൻ യന്ത്ര സാമഗ്രികൾക്കും സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കും റഷ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ റഷ്യൻ വാങ്ങലുകൾ വർദ്ധിപ്പിക്കുക എന്നിവയെല്ലാം പ്രധാന ചർച്ചാ വിഷയങ്ങളായിരിക്കും. ഇവിടെയാണ് മോദി സർക്കാരിന്റെ സാമ്പത്തിക ദീർഘവീക്ഷണം വ്യക്തമാകുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു വലിയ കമ്പോളം നഷ്ടപ്പെടുത്തുന്നതിന് പകരം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനായി ഇന്ത്യ തീരുമാനിക്കുന്നു. ഇത് നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകും. ഇന്ത്യൻ ഔഷധങ്ങളുടെയും തൊഴിൽ വിഭവങ്ങളുടെയും റഷ്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുക, ടൂറിസം സഹകരണം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പുതിയ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി മോദിയുടെ സ്വപ്നത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഉക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള പ്രസിഡന്റ് പുടിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനം ആയതുകൊണ്ട് തന്നെ ഇതിന് ചരിത്രപരമായ പ്രതീകാത്മകമായ പ്രാധാന്യവും ഉണ്ട്. ലോകം മുഴുവൻ റഷ്യക്കെതിരെ തിരിഞ്ഞപ്പോഴും ഇന്ത്യ റഷ്യയെ മനസ്സിലാക്കുകയും അവരുടെ നിലപാടുകൾക്ക് ഒരു പരിധിവരെ പിന്തുണ നൽകുകയും ചെയ്തു. ഇത് ഈ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിശ്വാസത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. 2000 ഒക്ടോബറിൽ പുടിനും അന്നത്തെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയും ചേർന്ന് ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനമാണ് ഈ വാർഷിക ഉച്ചകോടിക്ക് അടിത്തറയിട്ടത് എന്നും പറയാം. ഈ ദീർഘകാല പാരമ്പര്യം തുടരാനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് ഈ സന്ദർശനം അടിവരയിടുന്നത്. പുടിന്റെ ഈ സന്ദർശനം റഷ്യ ലോകത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ ലക്ഷ്യം റഷ്യയെ ആഗോള വേദിയിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നതായിരിക്കാം. എന്നാൽ ഇന്ത്യയുമായുള്ള ഈ ഉന്നതതല കൂടിക്കാഴ്ച അമേരിക്കയുടെ ആ ലക്ഷ്യം പാടെ തകർത്ത് കളയുന്നു. ഇന്ത്യ റഷ്യയുടെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായി തുടരുമെന്ന് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകുന്നു. ഇന്ത്യൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ലേബൽ മൊബിലിറ്റി സംബന്ധിച്ച ഒരു കരാർ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തും. മോദി സർക്കാർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ ഉന്നമനത്തിന് മാത്രമേ പ്രാധാന്യം നൽകിയിട്ടുള്ളൂ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഈ കരാർ ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് റഷ്യയിൽ പുതിയ അവസരങ്ങൾ തുറന്നു നൽകും. ബാഹ്യമായ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള ഈ ഉന്നതതല കൂടിക്കാഴ്ച സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ തന്ത്രപരമായ ബന്ധം പുനഃസ്ഥാപിക്കാനും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സുവർണ അവസരമായിരിക്കും. അമേരിക്ക തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കി ലോകത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയും റഷ്യയും പരസ്പര ബഹുമാനത്തിലും അതുപോലെ തന്നെ സഹകരണത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നുണ്ട്. തീർച്ചയായും ഇത് ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. തന്ത്രപരമായ പ്രതിസന്ധികളെയും ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളെയും എല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യയും റഷ്യയും തങ്ങളുടെ പരമ്പരാഗതമായ സൗഹൃദം കൂടുതൽ ശക്തമാക്കുകയാണ്. ഡിസംബറിലെ ഈ ഒരു ഉച്ചകോടി നിലവിലുള്ള സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മറികടക്കാനും തന്ത്രപരമായ പങ്കാളിത്തം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുമുള്ള ഒരു വേദിയായി മാറും. പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും അടിസ്ഥാനത്തിലുള്ള ഈ ഒരു ബന്ധം ആഗോളതലത്തിൽ ഒരു പുതിയ ബഹുദ്രുവ ലോകക്രമം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ വിദേശ നയം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങളെയും തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു സ്വതന്ത്രവും ശക്തവുമായ ആഗോള ശക്തിയായി ഉയർന്നു വരുന്നു. അമേരിക്കയുടെ ഏകദ്രുവ ലോകം എന്ന സങ്കല്പത്തിന് ഇന്ത്യയുടെയും റഷ്യയുടെയും സൗഹൃദം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനിക്കാം. കാരണം നമ്മുടെ രാജ്യം ഒരു ലോകശക്തിയായി വളരുകയാണ്, അതും അതിവേഗത്തിൽ തന്നെ. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ ഇന്ത്യക്ക് ഇന്ന് കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയും നയതന്ത്രജ്ഞരുടെയും വലിയ വിജയമാണ്. നമ്മളൊരു പുതിയ ലോകത്തിന്റെ പാതയിലാണ്. അവിടെ ഇരു രാജ്യത്തിനും മറ്റു രാജ്യങ്ങളുടെ മേൽ അവരുടെ താല്പര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ സൗഹൃദം പുതിയ ലോകക്രമത്തിന്റെ ഒരു മാതൃകയായി മാറും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.